ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലവലാതി ഇരുന്നത് സുരേഷ് ബാബു എന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ PA ആയിരുന്ന ഒരാൾ റെഗുലേറ്ററി കമ്മീഷനിൽ വരിക. ലോകത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മന്ത്രിയുടെ PA ആയിരുന്ന ഉദ്യോഗസ്ഥൻ, അയാളും ഉള്ള അഴിമതി മുഴുവായിട്ടുണ്ട്. ഡോക്ടർ അശോക് ഒക്കെ അയാൾക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അയാളുടെ വീട്ടിൽ പോകാനൊക്കെ സർക്കാർ കാറും വാഹനമൊക്കെ ഉപയോഗിച്ച് AC ഉപയോഗിച്ച് കണ്ണൂർക്കും കോഴിക്കോട്ടേക്കും ഇടുക്കിക്കും ഒക്കെ പോയതായിട്ടുള്ള രേഖകളുണ്ട്. അയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അങ്ങനെ ആരോപണമുള്ള ഒരു പാർട്ടിക്കാരനെ റെഗുലേറ്ററി കമ്മീഷൻ നിയമിക്കുന്ന രീതിയാണ് നമുക്കുള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചു വെച്ചാൽ റെഗുലേറ്ററി കമ്മീഷൻ വളരെ പക്ഷപാതപരമായ നിലപാടെടുക്കുകയും കിട്ടിയ വഴി കേട്ട വഴി കേൾക്കാത്ത വാദി മണിയെ പോലെയുള്ള വിദഗ്ധരാണല്ലോ മണി അങ്ങ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. സർക്കാർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ പ്രശ്നമാണ്. ഇപ്പൊ പ്രശ്നം വൈദ്യുതിയുടെ വ്യാവസായിക ഉപയോഗം കൂടി. വ്യാവസായിക ഉപയോഗം കൂടി കഴിഞ്ഞപ്പോൾ ഈ കിട്ടുന്ന വൈദ്യുതിയുടെ വില കൂട്ടി ന്യായമായും കൂട്ടി. കാരണം അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ലഭ്യത കുറയുമ്പോൾ മാർക്കറ്റ് അങ്ങനെയാണല്ലോ. ഒരു സാധനത്തിന് നമ്മൾ പഴയ ലഭ്യത കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പൈസ കൂടും, വില കൂടും. അത് മാർക്കറ്റാണ്. അപ്പൊ എന്ത് പറ്റി വെച്ചാൽ ഈ ഓൺ ദ സ്പോട്ട് വാങ്ങുന്നതിന് വില വളരെ കൂടി. 10 രൂപയാണ് ഇപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക്. കുറെ കാലമായി 10 രൂപയ്ക്ക് 8 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കണേ. 4.29 വാങ്ങേണ്ട വൈദ്യുതി വളരെ വർഷങ്ങളായി 8 രൂപയ്ക്കും 7 രൂപയ്ക്കും 9 രൂപയ്ക്കും ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്പോട്ട് ബില്ലിംഗ്. അപ്പോ അവസാനം ഈ ഗവൺമെന്റ് തന്നെ ഈ കരാറ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു. സുപ്രീം കോടതിയിൽ പോയി. അപ്പൊ ഇപ്പൊ പറഞ്ഞ അഴിമതി കരാറാണ്. അഴിമതി ആണെങ്കിലും ഇന്നലെ ഒരു നേതാവ് ഇരുന്ന് പറയണ ഞാൻ കേട്ടു, അഴിമതി ആണെങ്കിലും വില കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോ ആര്യാട മുഹമ്മദിനെതിരെ അഴിമതി എന്ന് പറഞ്ഞതും ഈ കരാർ തട്ടിപ്പാണെന്ന് പറഞ്ഞതും ഇതൊരു ശുദ്ധ നുണയായിരുന്നു. ഇത് അവസാനം വരെ ഇവർ ഇലക്ഷൻ കഴിയുന്നവരെ പിടിച്ചിരിക്കാനാണ്. എന്നിട്ട് എന്താ ശിവൻകുട്ടി അപ്പൂപ്പൻ കുട്ടികളോട് ചോദിക്കുക, കാരണം പവർ കട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ കുട്ടികളെ എന്ന് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള PR വർക്ക്. എന്നിട്ട് ഇപ്പൊ അവസാനം എന്ത് പറ്റി? ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. വീണ ജോർജിന്റെ കാര്യം പറഞ്ഞ മാതിരി, വയനാട്ടിലെ വീടിന്റെ കാര്യം പറഞ്ഞ മാതിരി ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഇനി ഒന്നുമില്ല. അല്ല, അത് മാത്രമല്ല, ഈ കരാർ ഒപ്പിട്ടത് കൊണ്ട് KSEBക്ക് 2300 കോടി രൂപയുടെ നഷ്ടമാണ് വന്നത്. ഞാൻ പറഞ്ഞേ കരാർ റദ്ദാക്കിയതുണ്ട്. 2300 കോടി രൂപ എന്റെയും നിങ്ങളുടെയും പൈസ പോയി എന്ന് പറഞ്ഞാൽ ഇനി ഇലക്ട്രിസിറ്റി വില കൂട്ടണം. ഇപ്പൊ മന്ത്രി തന്നെ പറഞ്ഞല്ലോ ചിലപ്പോൾ വില കൂട്ടേണ്ടി വരുന്നത്. എത്ര പ്രാവശ്യം ഒരു വില കൂട്ടി? എത്ര പ്രാവശ്യം ഈ ഗവൺമെന്റ് വന്നിട്ട് കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഇലക്ട്രിസിറ്റിയുടെ വില കൂട്ടി എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ രാജ്യത്ത് എനിക്ക് തോന്നുന്നു വൈദ്യുതി ചാർജ് ഇത്രയും ഒരു സ്റ്റേറ്റും ഇല്ല.